ഇന്ന് എൻ്റെ ഒരു ഈവനിങ് ടു നൈറ്റ് റുട്ടീൻ ഷൂട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. റുട്ടീനല്ല, ശരിക്കും ഒരു റീസെറ്റ് വ്ളോഗാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് റൂം ഒന്ന് വീണ്ടെടുക്കലാണ് ഇന്നത്തെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. ഈവനിങ് 6 മണിക്ക് ശേഷം, അതായത് ട്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ആ ടൈം ആകുമ്പോഴാണ് ഞാൻ ഈവനിങ് മര്യാദയ്ക്കൊന്ന് ഫ്രീ ആവുള്ളൂ. ജനലിൻ്റെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് ഞാൻ കേട്ടിനിടേണ്ട പരിപാടിയാണ്. ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഞാൻ ഈ റൂമിനൊരു മേക്ക് ഓവറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അധികമൊന്നുമില്ല, കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചു, ഡെക്കോർ ഐറ്റംസൊക്കെ വാങ്ങിച്ച് വെച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് തട്ടിക്കളയലാണ് അടുത്ത പരിപാടി. റൂമിന് ഈ ചെറിയ ഡെക്കോഴ്സും കാര്യങ്ങളും കൊണ്ടുവന്ന സമയത്ത് നല്ലൊരു മാറ്റം തന്നെ ഉണ്ടായിരുന്നു. നല്ല വൈബായിരുന്നു കേട്ടോ അതിന് ശേഷം റൂമിൽ. പിന്നെ ഇതൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ സംഭവമാണ്. ഞാനായിട്ട് വാങ്ങിച്ചത് ആ ക്യാൻഡിൽ മാത്രം കേട്ടോ. ബാക്കിയൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ആ ഒരു കുഞ്ഞ് ബുദ്ധ, അതുപോലെ ക്ലോക്ക്, ഇതൊക്കെ എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് കേട്ടോ. നിങ്ങളത് എൻ്റെ പോലെ ഒരു കുഞ്ഞു റൂമാണെങ്കിൽ ഇതുപോലെ കുറച്ച് ഫാരി ലൈറ്റ്സും ഇങ്ങനത്തെ ചെറിയ ഡെക്കോർസും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ തന്നെ റൂമിന് നല്ലൊരു ലുക്ക് കിട്ടും. ടേബിളിൽ ഇന്ന് വന്ന പാഴ്സലും ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ബാഗ് എനിക്ക് എൻ്റെ നാത്തൂനും അതുപോലെ ഏട്ടത്തിയമ്മയും കൂടി ഗിഫ്റ്റ് ചെയ്തതാണ് എൻഗേജ്മെൻറ്റ് ടൈമിൽ. അവിടെ നിന്ന് എനിക്ക് കുറച്ച് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്തിട്ടില്ല. പെട്ടെന്ന് തന്നെ ഇടാൻ ശ്രമിക്കാം കേട്ടോ. ഈ ഒരു പ്ലാസ്റ്റിക് പോട്ട് ഭയങ്കര എസ്തെറ്റിക് ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ ഇന്നലെ ഒരു ഷോപ്പ് പോയപ്പോൾ കണ്ട് വാങ്ങിച്ചതാണ്. ചെറിയ പൈസയേ ഉള്ളൂ, വലിയ പൈസ ഒന്നുമില്ല, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതിനെ മേലെ വെക്കാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പ്ലാന്റ് കൂടി വേണമായിരുന്നു. പ്ലാന്റ് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ മുന്നേ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സൈക്കസ് ഉണ്ടായിരുന്നു കേട്ടോ, അത് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത്. ഈ ടേബിളിലിട്ട ക്ലോത്ത് എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെടാത്തത് സാഹചര്യത്തിൽ ഞാനത് മാറ്റിയിട്ട് ഒരു വൈറ്റ് ക്ലോത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ പ്ലാന്റ്സും പിന്നെ ഒരു പെൻ ഹോൾഡറും കാര്യങ്ങളൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. ടേബിളിൻ്റെ അടുത്ത സാധനമൊക്കെ ഞാൻ ആസ് യൂഷ്വൽ ബെഡിലേക്കാണ് കൊണ്ടുവിട്ടത്. ബെഡ്ഷീറ്റൊക്കെ ഓൾറെഡി മാറ്റിയതായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് തുണി കൂടി എടുത്ത് വെക്കാനുണ്ട്. ഇപ്പോൾ 7 മണി ആയിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് വിശക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ നമുക്ക് പോയിട്ട് എന്തെങ്കിലും കഴിക്കാം. ഇന്ന് എനിക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും മതി, കാരണം നമ്മൾ ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ലൈറ്റായിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ചേച്ചി ഗാർലിക് ബ്രെഡൊക്കെ ആക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈവനിങ് പോയിട്ട് ഗാർലിക് ബ്രെഡ് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കൊണ്ട് എന്തെങ്കിലും ആക്കി തരുമെന്ന് നോക്കാം നമുക്ക്, എന്നിട്ട് നമുക്ക് കഴിക്കാം. ഗാർലിക് ബ്രെഡിനായിട്ട് ആദ്യം തന്നെ ബട്ടറിൽ ഗാർലിക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് ചില്ലി ഫ്ലേക്സും ഒറിഗാനോ, കൊറിയാൻഡർ, പിന്നെ കുറച്ച് ഉപ്പും ബട്ടറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ടോസ്റ്റ് ചെയ്ത ബ്രെഡിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ആ ഒരു പരിപാടി കഴിഞ്ഞു. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് ബ്ലൂബെറീസ് ഇടിക്കുന്നുണ്ടായിരുന്നു. ഫ്രൂട്ട് ഷോപ്പ് പോയപ്പോൾ ഈ ഒരു പാക്ക് കണ്ടിട്ട് എന്തായാലും ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചാട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഷേക്ക് അടിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു ഷേക്കും കൂടി അടിച്ച് മേലെ കുറച്ച് ഹണിയൊക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ട് ജസ്റ്റ് ചില്ല് ചെയ്ത് കുടിക്കാമെന്ന് വിചാരിച്ചു. പുറത്ത് നല്ല മഴയായിരുന്നു. ബാക്കി എല്ലാവരും അപ്പുറത്തുനിന്ന് ഡിന്നർ കഴിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് കഴിക്കാം.
ഉണ്ടാക്കാനെടുത്ത പാത്രം ഫുൾ എനിക്കായിട്ട് അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വെച്ച് സ്ലാബും കൂടി വൃത്തിയാക്കിയിട്ട് റൂമിൽ പോയിരുന്ന് കുറച്ചൊന്ന് ഫോൺ തോണ്ടി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഫാൻസി ലവർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആളോട് കുറച്ച് സമയം വർത്താനം പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് ടു ഡു ലിസ്റ്റ് എഴുതാമെന്ന് വേണ്ടി വിചാരിച്ചു. നാളത്തേക്കുള്ളതും പിന്നെ യൂട്യൂബിൻ്റെ കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് എഴുതി വെച്ചു. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. സോ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ.